നിന്നിലലിയ രചന ആഷ്ലി. അവതരണം സാലിം കരുണ. സാറല്ല ഇച്ചായൻ. ഇപ്പൊ എന്നെ അങ്ങനെ വിളിച്ചില്ലേ? അങ്ങനെ വിളിച്ചാൽ മതി ഇച്ചായാൻ. നീ അങ്ങനെ വിളിക്കുന്നത് എനിക്കിഷ്ടം. അവളിലേക്ക് ഒന്നുകൂടി അടുത്ത് നിന്ന് പാതി കുഴഞ്ഞ ശബ്ദത്തിൽ അവൻ പറഞ്ഞതും സന്തോഷം കൊണ്ട് നീയുടെ കണ്ണുകളിൽ നിറഞ്ഞു. അടുത്ത നിമിഷം അവളെ ഞെട്ടിച്ചുകൊണ്ട് ആൽഫി അവളെ കെട്ടിപ്പിടിച്ചു. നീയെ തറഞ്ഞു നിന്നു. ഇഷ്ടാടി പുല്ലേ നിന്നെ എനിക്ക്. അറിയില്ല ഈ ഇഷ്ടം എന്താണെന്ന്. പക്ഷെ നീ ഇല്ലാതെ നിന്നൊരു ദിവസം കാണാതിരിക്കാൻ പറ്റത്തില്ല പെണ്ണേ. അവളെ പൂണ്ടകം കെട്ടിപ്പിടിച്ച് അവൻ പറയുമ്പോൾ ഈ നടക്കുന്നത് സ്വപ്നമോ അതോ യാഥാർത്ഥ്യമോ എന്ന ആശയക്കുഴപ്പത്തിൽപ്പെട്ട് തരിച്ചു നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അടുത്ത നിമിഷം അവൻ വീണ്ടും ഓക്കാനിക്കാൻ തുടങ്ങിയതും നീയെ പെട്ടെന്ന് അവനെ താങ്ങും. അവൻ്റെ കാലുകൾ കുഴയുന്നത് അവളാണ്. ആൽഫിയെ മുറിയിൽ കിടത്താന്ന് അവൾ ഓർന്നു. അവൾ അവനെ താങ്ങി പിടിച്ച് മുകളിലെ സ്റ്റെയർ കയറി. തന്നെക്കാളും രണ്ടിരട്ടി ശരീരമുള്ള ആൽഫിയെ താങ്ങാൻ നീയുടെ കുഞ്ഞു ശരീരത്തിന് ആയില്ലെങ്കിലും ഒടുവിൽ എങ്ങനെയൊക്കെയോ മുറിയിലെത്തി കട്ടിലേക്ക് അവനെ കിടത്തിയത്. കുറച്ച് ബുദ്ധിമുട്ടി അവൻ്റെ കോട്ട് ഊരി. ഷർട്ടിൻ്റെ ആദ്യത്തെ കുറച്ച് ബട്ടസുകളും തോന്നി. അപ്പോഴും പാതി ബോധത്തിൽ അവളുടെ പേര് പറഞ്ഞുകൊണ്ടേയിരുന്നു. കട്ടിലിൽ മലർന്ന് കിടന്ന് പയ്യെ പുലമ്പുന്നവനെ കണ്ടപ്പോൾ നീക്ക് വാത്സല്യം തോന്നി. മുഖത്തെ ചിരി മാറ്റി അവിടെ ഗൗരവത്തിൻ്റെ മുഖം മൂടി അണിഞ്ഞ് ഒറ്റയ്ക്കെല്ലാം നേരിട്ടൊരു 10 വയസ്സുകാരനായിരുന്നു അവളുടെ കണ്ണിലപ്പോൾ. ഒരു ചെറു ചിരിയോട് അവൻ ഒന്നുകൂടെ നോക്കിയിട്ട് അവൾ എഴുന്നേറ്റതും പെട്ടെന്ന് നീയുടെ കയ്യിൽ അവൻ്റെ പിടുത്തം വീണു. ഓവല്ല പെണ്ണേ, ഒറ്റക്കാവോടി ഞാൻ. നീ അകലുമ്പോൾ എന്തോ ഒരു വേദന തോന്നുവാണു. പറ്റുന്നില്ലേ നീ ഇല്ലാതെ പറ്റില്ല പെണ്ണേ. എൻ്റെ കൂടെ വേണം നീ. ഞാൻ കണ്ണു തുറക്കുമ്പോൾ എനിക്കരികിൽ നീ വേണമെന്ന് തോന്നുവാ പെണ്ണെ എനിക്ക്. വാക്കുകൾ പുറുക്കി പാതിമയക്കത്തിലും അവളെ തന്നെ നോക്കി അവൻ പറഞ്ഞതും നീ ഒന്ന് ചലിക്കാൻ പോലും ആവാതെ നിന്നു. അവിടെ ഉള്ളാകെ സന്തോഷത്തിൻ്റെ പുതുമഴ പെയ്തുപോലെയായി. പ്രാണനായവൻ്റെ വാക്കുകൾ അത്രയ്ക്ക് ആ പെണ്ണിനെ ആനന്ദം നിറച്ചു. അവൻ്റെ കൈവിടാതെ തന്നെ അവൾ അവൻ്റെ അടുത്തേക്കിരുന്നു. ഉടനെ ആൽഫി അവളുടെ മടിയിലേക്ക് തൻ്റെ തല ചായച്ചു. ഞാൻ എവിടെ പോകാനാ ചായ? എൻ്റെ ലോകവും ജീവനും നിങ്ങൾ ഒറ്റരാളല്ലേ. അവൻ്റെ തലമുടിയിൽ കൂടി തഴുകി നിറകണ്ണാൽ അവൾ പറയുമ്പോൾ നീയുടെ മുഖത്ത് ഭംഗിയുള്ളൊരു ചിരിയുണ്ടായി. അവളുടെ സ്നേഹത്താലോടയിലെ നിദ്രയെ പുലുകിയ ആൽഫിയുടെ ചുണ്ടിലുമുണ്ടായിരുന്നു ഒരു ചെറുപ്പുഞ്ചി. ആ രാത്രി മയങ്ങുമ്പോൾ നിറഞ്ഞ സന്തോഷം അവളിൽ അലതല്ലിയപ്പോൾ അവൾ അറിഞ്ഞില്ല ആ സന്തോഷങ്ങൾക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ചില്ലുജാലകത്തിനുള്ളിൽ കൂടി സൂര്യപ്രകാശം കണ്ണിൽ പതിച്ചതും ആൽഫി പതിയെ കണ്ണുകൾ ചിമ്മിത്തുറന്നു. തലയ്ക്ക് നല്ല ഭാരം പോലെ തോന്നിയതും തലയ്ക്ക് കൈ കൊടുത്തവർ പതിയെ എഴുന്നേറ്റു. നേരെ മുന്നിലെ വലിയ ജനാല വഴി കാണുന്ന നീൽ തിരമാലകളെ കണ്ടതും അവൻ്റെ കരിനീല കണ്ണുകളൊന്നും വീണു. അപ്പോഴേക്കും നല്ല കോഫിയുടെ വാസന അവൻ്റെ മൂക്കിലേക്ക് രച്ചു കയറി. ആൽഫി തലയെന്ന് ചരിച്ച് നോക്കിയപ്പോൾ കണ്ടു ബെഡിൻ്റെ സൈഡിലെ ടേബിളിലിരിക്കുന്ന നല്ല ചൂട് പോറുന്ന കോഫി. അവനൊന്ന് മൂരെ നിവർന്ന് എഴുന്നേറ്റ് കോഫി എടുത്തതും ഒരു സിപ്പ് ചുണ്ടിലേക്ക് വെച്ചതും അതിൻ്റെ രുചിയിൽ അവന് മനസ്സിലായി ആരുടെ കോഫിയാണ് തന്നെ. അവളുടെ മുഖം ഉള്ളിലേക്ക് വന്നതും അവൻ്റെ ചുണ്ടിലൊരു ചിരിയൂരി. പെട്ടെന്നാണ് അവൻ ഇന്നലെ ഗസ്റ്റ് ഹൗസിൽ വന്നതൊക്കെ ഓർത്തെടുത്തത്. ബാറിൽ നിന്നിറങ്ങി നേരെ ഇവിടേക്ക് വന്ന് കുടിച്ചതും ബീച്ചിൽ പോയിരുന്നതും പിന്നെ ശിവ വന്ന് പൊക്കിയെടുത്തതും എല്ലാം കുറേശ്ശെയായി ഓർമ്മയിലേക്ക് വന്നു. പക്ഷേ തെളിവും മികവോടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് അവളാണ്. ആൽഫി തലയൊന്ന് കുടഞ്ഞു. എന്നിട്ട് ചുറ്റും നോക്കി. പിന്നെ സ്വയം ഇന്നലിട്ടിരുന്ന കോട്ടും ഷൂസും എല്ലാം ഊരി മാറ്റിയിട്ടുണ്ട്. അതെ, അപ്പോൾ അവൾ ഉണ്ടായിരുന്നു ഇന്നലെ തനിക്കൊപ്പം. കണ്ടിരുന്നു താൻ ഇന്നലെ അവളെ ഇവിടെ വെച്ച് തന്നോട് ചേർന്നു തൻ്റെ ഒപ്പം. ഇന്നലെ ഇവയുടെ നാവിൽ നിന്ന് ഇച്ചായെന്ന് വിളിച്ചത് കേട്ടതും ലേക്ക് കെട്ടി വീഴാൻ പോയ തന്നെ താങ്ങി പിടിച്ചവൾ റൂമിലേക്ക് കൊണ്ടുകൊടുത്തിയതുമെല്ലാം ഒരു മിന്നായം പോലെ ആൽഫി ഓർത്തെടുത്തു. അവൻ വേഗം എഴുന്നേറ്റ് ഫ്രഷായി മുറി വിട്ട് താഴേക്ക് ചെന്നു. അവൾ പോയിട്ടുണ്ടാവില്ലേ എന്ന് മനസ്സിലോട്. താഴേക്ക് ചെന്നതും കണ്ട കാഴ്ചയിൽ അവൻ ഒരു നിമിഷം നിന്നുപോയി. കിച്ചണിൽ കാര്യമായ കുക്കിങ്ങിലാണിവ. ആൽഫിയുടെ ഒരു ലൈറ്റ് ബ്ലൂ ഷർട്ടും ഒരു ലെഗിൻസുമാണ് അവളുടെ വേഷം. കുളി കഴിഞ്ഞ് നനവ് മാറാത്ത മുടി പിന്നിലേക്ക് വിടർത്തിയിട്ടിട്ടുണ്ട്. അവൻ്റെ ഷർട്ടുമിട്ട് നിൽക്കുന്നവളെ കണ്ടതും അവന് സന്തോഷം അടക്കാനായില്ല. ഈ നിൽപ്പിൽ തന്നെ അവളെ പുറകിലൂടെ പോയി ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നിയവന്. അടുപ്പിലിരുന്ന് തിളക്കുന്ന കറി വാങ്ങി വെച്ച് തിരിയുമ്പോഴാണ് പിറകിൽ നിൽക്കുന്നവനെ നീയെ കാണുന്നത്. തന്നെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവനെ കണ്ടതും അവളുടെ മുഖം വിടർന്നു. പക്ഷേ പെട്ടെന്ന് അവൾ സ്വയം ഒന്ന് നോക്കിയതും അവളുടെ ചിരിയങ്ങ് മാറി. പെട്ടെന്ന് മങ്ങിപ്പോയ പെണ്ണിന്റെ മുഖം കണ്ട ആൽഫി പിരികമൊന്ന് പോക്കി എന്താന്ന് ചോദിച്ചു. അത് എൻ്റെ ഡ്രസ്സ് മുഷിഞ്ഞു. രാവിലെ കുളി കഴിഞ്ഞപ്പോൾ മാറാനൊന്നുമില്ലായിരുന്നു. അതാ ഞാൻ സാറിൻ്റെ ഷർട്ട് ഇട്ടത്. ഇട്ടിരിക്കുന്ന ഷർട്ടിൻ്റെ അറ്റത്ത് കൈകൾ കൊണ്ട് ചുരുട്ടി പിടിച്ച് പതിയെ വിക്കി വിക്കി പെണ്ണ് പറഞ്ഞതും ആൽഫി ചിരി അടക്കി പിടിച്ചു. എനിക്ക് വിശക്കുന്നു. അത് പറഞ്ഞുകൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് നടന്നു.
അവനിൽ നിന്നും ഒരു വമ്പൻ ഷൗട്ടിപ്പ് കേൾക്കുമെന്ന് ഓർത്ത് നിന്നവൾ ആൽഫിയിൽ നിന്നും അങ്ങനെ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരു നിമിഷത്തെ പതർച്ച മാറ്റി അവൾ ഉണ്ടാക്കിയ ഫുഡ് എടുത്തുകൊണ്ട് അവൻ അരികിലേക്ക് വന്നു. നൂലപ്പവും വെജിറ്റബിൾ സ്റ്റൂവുമാണ് നീയ വെച്ചത്. മമ്മിയുടെ റെസിപ്പിയാണ്. ആൽഫി കഴിക്കുന്നതിന് മുമ്പിൽ അവൻ അറിയാതെ ഫോണിൽ വീഡിയോ കോൾ ഓണാക്കി വെച്ച് നീയ. ആ ഫോണിന്റെ മറുവശത്ത് ജോലിയായിരുന്നു. ആൽഫി കഴിക്കുന്നത് അവർ മഴ നിറയെ കണ്ടു. നീയക്കും സന്തോഷമായിരുന്നു. നീയ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്നും താൻ ചോദിച്ച ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അവളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിൽ ഇവാനിയ ജോൺ തരകൻ എന്നാണ്. അവൾ നിങ്ങളുടെ ശത്രു ജോൺ തരകന്റെ മകളാണ്. ഫോണിന്റെ മറുതലക്കിൽ നിന്ന് കേട്ട വാക്കുകൾ ക്രിസ്ത്യാനിയിൽ ആനന്ദം നിറച്ചു. സർട്ടിഫിക്കറ്റ്സിന്റെ ഫോട്ടോ ഞാനിപ്പോൾ വാട്സപ്പ് ചെയ്യാം. താങ്ക്സ് എലോട്ടാ. നീ ഈ ചെയ്തു തന്നതിന്റെ കൂലി എനിക്ക് ഉറപ്പായി ഞാൻ നിനക്ക് തന്നിരിക്കും. ഇനി ചെയ്യാനുള്ളത് ഞാൻ ചെയ്തോളാം. വശ്യമായ ചിരിയോടെ പറഞ്ഞ് അവൾ ആ കോള് കട്ട് ചെയ്തു. സോ ഇവാനിയ ജോൺ തരകൻ, നിന്റെ കൗണ്ട് ഡൗൺ ഇവിടെ തുടങ്ങിയിരിക്കുന്നു. ആൽഫ്രഡ് ഡേവിഡ് എന്ന ചെകുത്താന്റെ തനിരൂപം നീ കാണും. കയ്യിലിരിക്കുന്ന ഫോണിൽ വന്ന നിയയുടെ സർട്ടിഫിക്കറ്റ് നോക്കി പകയോടെ പറഞ്ഞു ക്രിസ്റ്റീന. നിയയും ആൽഫിയും കാറിൽ ഓഫീസിലേക്ക് പോവുകയാണ്. നിയ ഭയങ്കര സന്തോഷത്തിലാണ്. അതിനൊരു കാരണമുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതും പുറത്തു പോകണമെന്ന് ആൽഫി പറഞ്ഞു. എന്തിനാ എങ്ങോട്ടാണെന്ന് ഓൾ ചോദിച്ചില്ല. രാവിലെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ട് വെച്ച കുർത്ത വീണ്ടും ഇട്ട് അവനോടൊപ്പം പോയി. നേരെ പോയത് ഒരു ടെക്സ്റ്റൈൽസിലേക്കായിരുന്നു. അവിടെ നിന്ന് നീയ്ക്ക് വേണ്ടി നല്ലൊരു ഗോൾഡൻ സാരി വാങ്ങി കയ്യോട് അവളെ കൊണ്ട് ഉടുപ്പിച്ചു. ഇത് വേണ്ടിയിരുന്നില്ലെന്ന് അവൾ പറഞ്ഞതിന് അത് നീയല്ല തീരുമാനിക്കുന്നതെന്ന് അവൻ കടുപ്പിച്ച് പറഞ്ഞതും പിന്നെ അവളൊന്നും മിണ്ടിയില്ല. ഉള്ളിൽ ഉറഞ്ഞു പൊങ്ങുന്ന സന്തോഷം കടിച്ചു നിർത്തി അവനോടൊപ്പം നടന്നു. അവിടെ നിന്ന് ഇറങ്ങി ഒരുമിച്ച് ലഞ്ചും കടിച്ചാണ് ഓഫീസിലേക്ക് പോകുന്നത്. പെട്ടെന്ന് ശിവയുടെ കോള് വന്നൊന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ ആൽഫി കാർ സ്പീക്കറിൽ കണക്ട് ചെയ്തു. ശിവ, പറയടാ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ലടാ, വൈകുന്നേരം സർജറി. നിന്നെ തിരക്കി. ആ, സർജറി കഴിയട്ടെ, രാധമേ ഞാൻ വിളിച്ചോളാം. ആൽഫിയുടെ ചിരിയോടെ പറഞ്ഞതും നീ അവനെ ഒന്ന് നോക്കി. ശിവേട്ടനുമായുള്ള സംസാരത്തിൽ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട് ഈ ചായൻ അമ്മ എന്ന സ്ഥാനം കൊടുക്കുകയും അമ്മയെന്ന് വിളിക്കുന്നതും ശിവേട്ടൻ്റെ അമ്മ രാധയാണ്. ആ അമ്മക്ക് തിരിച്ചും അങ്ങനെയാണ്. ഈ ചായന് ശിവേട്ടനും ഒരുപോലെയാണ് അമ്മക്ക്. ആ പിന്നെ ഈ 4K ഗ്രൂപ്പ്സിന് സബ്മിറ്റ് ചെയ്യാനുള്ള ഫയല് നീയുടെ കയ്യിലാണ്, അറിയാലോ. ആടാ, ഞാനതൊന്ന് ചെക്ക് ചെയ്തിട്ട് പ്രസന്റേഷന് കയറിക്കോളാം. നീയാണതിൽ ഹാൻഡിൽ ചെയ്യുന്നത്. എന്നാ ഓക്കേടാ, എല്ലാം കഴിയുമ്പോൾ നീ എന്നെ വിളിക്കണം, കേട്ടോടാ? ആ കേട്ടു. നീ പോകുമ്പകട പുല്ലേ. ആൽഫൊന്ന് പല്ലെറുമി പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്തു. ഇവ പ്രസന്റേഷനെല്ലാം റെഡിയല്ലേ? ഓഫ് കോഴ്സ് സാർ, എല്ലാം സെറ്റാണ്. സാറൊന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ആൽഫി ചോദിച്ചതിന് ആത്മവിശ്വാസത്തോടെ നീയെ മറുപടി പറഞ്ഞതും അവനൊന്ന് മൂടി. ഇന്നാണ് 6K ഗ്രൂപ്പ്സിന്റെ പ്രൊജക്റ്റ് ഫൈനൽ പ്രസന്റേഷൻ. ഈ ഡീൽ ആൽഫിക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കിട്ടിയാൽ AD ഗ്രൂപ്പ്സിന് അത് വലിയൊരു നേട്ടമാണ്. നീയാണ് അതിൻ്റെ ഫയൽസ് എല്ലാം സൂക്ഷിക്കുന്നത്. ഓഫീസിലെത്തി തൻ്റെ സീറ്റിൽ നിന്നും ആവശ്യമായ ഫയൽസ് എല്ലാം എടുത്ത് നീ ആൽഫിയും ക്രിസ്റ്റീനയുമായി 6K ഗ്രൂപ്പ്സിലെത്തി. 3 കമ്പനികളാണെന്ന് ഫൈനൽ പ്രസന്റേഷന് വന്നിരിക്കുന്നത്. തരകൻ ഗ്രൂപ്പ്സിൽ നിന്നും ലിയോൺ എത്തിയിരുന്നു. അവനെ കണ്ടതും നീ ഒന്ന് പതുങ്ങി. അവളുടെ ഭാഗ്യത്തിന് ലിയോണുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടായില്ല. അവൾ മാക്സിമം അവനെ കാണാതെ വിളിച്ചു. പ്രസന്റേഷൻ തുടങ്ങിയതും ആദ്യം വിളിച്ചത് ലിയോണിനെ ആയിരുന്നു. ലിയോൺ തൻ്റെ പ്രൊജക്റ്റ് പ്രസന്റ് ചെയ്തതും ആൽഫിയും നീയെയും ഞെട്ടി പരസ്പരം നോക്കി. AD ഗ്രൂപ്പ്സ് ചെക്ക് ചെയ്യാൻ വെച്ചിരുന്ന അതേ പ്രസന്റേഷനായിരുന്നു ലിയോണും പറഞ്ഞത്. ഒന്നും മാറാതെ എല്ലാം സെയിം ടു സെയിം. ആൽഫിയും ശിവയും കൂടി കുറച്ച് ദിവസം കൊണ്ട് ചെയ്തു വെച്ച വർക്ക് അതേപടി ലിയോൻ അവരുടേതായി പ്രസന്റ് ചെയ്തു. നീയുടെ ഉള്ളും ശരീരവും ഒന്നാകെ വിറച്ചു. വിയർപ്പ് പൊടിഞ്ഞ മുഖത്തോടെ അവൾ ആൽഫിയെ നോക്കി. മുഖമെല്ലാം വലിഞ്ഞു മുറുകി ചുവന്ന മെഴുകളോടെ കൈമുഷ്ടി ചൂട്ടിപ്പിടിച്ചിരിക്കുകയാണ് അവൻ. അത് കണ്ടതും നീയൊക്കെ പേടിച്ചു. അടുത്ത നിമിഷം അവൻ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവന് പിറകെ നീയെയും ക്രിസ്റ്റീനയും പോയി. വാട്ട് ദി ഹെൽ ഹാപ്പൻ ഇവാനിയ? നമ്മൾ പ്രിപ്പയർ ചെയ്ത പ്രൊജക്ട് എങ്ങനെ ലിയോണിന്റെ കയ്യിലെത്തി? ആൻസർ മീ. കോൺഫറൻസ് ഹാളിൽ നിന്നും വെളിയിൽ വന്ന ആൽഫി നീയ്ക്ക് നേരെ നിന്ന് അലറി. എനിക്കറിയില്ല സർ, ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. അവൾ വിറയാർന്ന ചുണ്ടുകളോടെ കണ്ണുകൾ നിറച്ച് പറഞ്ഞു. നീയ മോളെ. പെട്ടെന്ന് ലിയോണിന്റെ ശബ്ദം അവിടെ ഉയർന്നു. നീ ഒരു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. നീ എന്താ മോളെ ഇവിടെ നിൽക്കുന്നേ? ലിയോൺ അവൾക്ക് അരികിലേക്ക് ചെന്നു എന്ന് ചോദിച്ചതും നീ ഒരു ഞെട്ടിലോട് ആൽഫിയെ നോക്കി. അവന്റെ നോട്ടവും അവളിൽ തന്നെയായിരുന്നു. ഈ സമയം മുതലെടുത്ത് അത്രയും നേരം മിണ്ടാതെ എല്ലാം കേട്ടോണ്ട് നിന്ന് ക്രിസ്റ്റീന മുന്നിലേക്ക് വന്നു. ലിയോൺ ഇവാനിയെ അറിയോ? ക്രിസ്റ്റീന ചോദിച്ചു. അറിയാമോന്ന് ചോദിച്ചാ, ഷീസ് മൈ ഓൺലി സിസ്റ്റർ. ഇവളെന്റെ പെങ്ങളാണ്. ഷീസ് ഇവാനിയ ജോൺ തരകൻ. നീയെ ചേർത്ത് പിടിച്ച് ലിയോൺ അത് പറഞ്ഞതും നീയെ തന്റെ കണ്ണുകൾ ഇറുകടിച്ചു. എന്റെ പെങ്ങളാണ്.
സിബാനിയ ജോൺ തരകൻ. ലിയോൺ പറഞ്ഞ വാക്കുകളൊരു ഇടിമുഴക്കം പോലെ ആൽഫയുടെ ചെവിയിൽ മുഴങ്ങി കേട്ടു.